പരിചയപ്പെട്ടതിന് ശേഷം നീ അത് പറയടാ, നീ അത് പറ. ഞാൻ ഒരിക്കലും ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയതാ. ആ ഇന്റർവ്യൂല് ഇൻട്രോ കണ്ടിട്ട് കൊറേ പേര് പറഞ്ഞു, നീ ആ ധ്യാൻ ചേട്ടനെ, ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ എടുത്ത ആളല്ലേ എന്ന് പറഞ്ഞ ഫസ്റ്റ് വീണ്ടും ഒരു ഇന്റർവ്യൂ എടുത്തു. അതിന്റെ ഇൻട്രോയ്ക്കും ഈ പറഞ്ഞ റെക്കഗ്നൈസേഷൻ ഉണ്ടായി. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇൻട്രോ അങ്ങനെ പാളി. അതെവിടെയാ? ഇല്ല അതിപ്പോ അങ്ങനെ ഞാൻ ഇൻട്രോ അതത് സമയത്ത് കൃത്യമായ പ്രചോദനം നൽകിയിട്ടുണ്ടല്ലേ, അവനെ മോട്ടിവേറ്റ് ചെയ്തു. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അവനെ പറഞ്ഞ് നന്നാക്കി. നീ നിന്റെ ജീവിതത്തിലെ മാറ്റം ചോദിച്ചാ പോലെ ഇവരുടെ എന്റെ അച്ഛനോട് വീട്ടിൽ നിന്ന് ഇതേ ചോദ്യം ചോദിക്കുവോ? അല്ലെന്നേ, ഇവന്റെ ഇൻട്രോ തെറ്റിയത് പാളി. അങ്ങനെ നിന്നിലൂടെയാണ് അവനൊരു ജീവിതം, ഒരു അവതാരകനായി മാറിയത്. അവൻ പറഞ്ഞ പോലെ നിങ്ങളോട് അതുകൊണ്ടല്ല, നിന്റെ ഇപ്പൊ തെറ്റിയപ്പോ അവനും തെറ്റിയിരുന്നത്. അവൻ NT വാസുദേവൻ നായർ സാറ് ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ട് തെറ്റിച്ചെങ്കിലും തിരിഞ്ഞാലോചിക്കും. അപ്പൊ അങ്ങനെ അവനൊരു ജീവിതം ഉണ്ടായതിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അവൻ പറഞ്ഞോട്ടെ, ഇത് നിങ്ങളോടൊന്നും ചോദിക്കാൻ പറഞ്ഞ അവര് അത് ആരാധനയല്ല, ശത്രുതയാണ്. നിനക്ക് എന്നോട് നിന്റെ ജീവിതം മാറി, ഓക്കെ, അതിന് സ്നേഹം ഉണ്ടല്ലോ. അതാണ് ഫാൻ ബോയ് എന്ന് പറഞ്ഞത്. അതെ അതെ. അങ്ങനെ നീ ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ട് എന്നെ എന്തിനാ നാട്ടിക്കാൻ? ഇവനത് സ്വാമി വിവേകാനന്ദന് വന്നത്.